നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയും ആരാധകരെയും ഒരുപോലെ ആശങ്കപ്പെടുത്തിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നമ്മുടെ യുവതാരം തിലക് വർമ്മക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വന്നു എന്നതായിരുന്നു ആ വാർത്ത. തൊട്ടു പിന്നാലെ ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുമെന്ന് ഔദ്യോഗികമായി BCCI അറിയിച്ചിരിക്കുകയാണ്. ആശങ്കകൾക്കിടയിലും തിലകിന്റെ കാര്യത്തിൽ ഇന്ത്യൻ ടീമിന് വലിയൊരു ആശ്വാസം നൽകുന്ന വിവരമാണ് BCCI പുറത്തുവിട്ടത്. എന്താണ് തിലകിന്റെ നിലവിലെ അവസ്ഥ? ലോകകപ്പിന് മുമ്പ് അദ്ദേഹം തിരിച്ചെത്തുമോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം BCCI ഔദ്യോഗികമായി പുറത്തുവിട്ട വിവരങ്ങൾ നോക്കാം. വയറുവേദനയെ തുടർന്ന് രാജ്കോട്ടിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തിലക് വർമ്മക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനകൾക്ക് ശേഷമാണ് ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതായി BCCI അറിയിച്ചത്. നാഗ്പൂർ, റായ്പൂർ, ഗുവാഹത്തി എന്നിവിടങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളാണ് തിലകിന് നഷ്ടമാവുക. എന്നാൽ പരമ്പരയിലെ അവസാന 2 മത്സരങ്ങൾക്ക് മുമ്പായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വീണ്ടും പരിശോധിക്കുമെന്നും BCCI വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണെന്നും വൈകാതെ തന്നെ ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെയാണ് ആരാധകർക്ക് ആശ്വസിക്കാനുള്ള വകയുള്ളത്. 2026 T20 ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ തിലക് വർമ്മ എന്ന താരം ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. തിലക് ലോകകപ്പ് കളിക്കുമോ എന്ന കാര്യം സംശയത്തിലാണെന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ BCCI ഔദ്യോഗികമായി പുറത്തുവിട്ടതും ഇപ്പോൾ ലഭ്യമായതുമായ വിവരങ്ങൾ അനുസരിച്ച് ലോകകപ്പ് തുടങ്ങുമ്പോഴേക്കും തിലക് പൂർണ്ണമായും മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്തേക്കും. ഏകദേശം 3-4 ആഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന T20 ലോകകപ്പിൽ തിലക് വർമ്മ ഇന്ത്യൻ ജേഴ്സിയിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസിലാൻഡിനെതിരെ നടക്കാനിരിക്കുന്ന 4ാം T20യിലും 5ാം T20യിലും തിലക് കളിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. എന്തുകൊണ്ടാണ് തിലക് വർമ്മയുടെ സാന്നിധ്യം ഇന്ത്യക്ക് ഇത്ര നിർണായകമായി മാറുന്നത്? ഇത് വെറുതെ പറയുന്നതല്ല, കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അടുത്തിടെ നടന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മികവുറ്റതായിരുന്നു. ആ പരമ്പരയ്ക്ക് ശേഷം BCCIയുടെ ഇമ്പാക്ട് പ്ലെയർ പുരസ്കാരം നേടിയത് തിലകായിരുന്നു. 4 ഇന്നിംഗ്സുകളിൽ നിന്നായി 186 റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. അവസാന T20യിൽ 42 പന്തിൽ 73 റൺസ്, അതിനു മുമ്പൊരു മത്സരത്തിൽ 34 പന്തിൽ 62 റൺസ്. ടീം സമ്മർദ്ദ ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ കരുത്തായി മാറാൻ തിലകിന് സാധിക്കുന്നുണ്ട്. 60-ന് മുകളിൽ ആവറേജും 130-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റും നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ പരമ്പരയിൽ ബാറ്റ് വീശിയത്. രോഹിത് ശർമ്മക്കും വിരാട് കോഹ്ലിക്കും ശേഷം വന്ന തലമുറയിൽ മധ്യനിരയിൽ ഇത്രയും വിശ്വസ്തനായ ഒരു ഇടങ്കയ്യൻ ബാറ്ററെ ഇന്ത്യക്ക് ലഭിക്കുന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് പരമ്പരയിലെ ചില മത്സരങ്ങൾ നഷ്ടമായാലും ലോകകപ്പിൽ അദ്ദേഹം ഉണ്ടാകും എന്ന് ഉറപ്പാക്കുന്നത് ടീം മാനേജ്മെന്റിനും ആരാധകർക്കും നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഇന്ത്യക്ക് വേണ്ടി 40 T20 മത്സരങ്ങളിൽ നിന്ന് 1100-ലധികം റൺസ് നേടാൻ തിലക് വർമ്മക്ക് സാധിച്ചിട്ടുണ്ട്. ടീമിന് ആവശ്യമുള്ള സമയത്ത് സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് തിലകിന്റെ പ്ലസ് പോയിന്റ്. തിലക് വർമ്മ വേഗത്തിൽ സുഖം പ്രാപിച്ച് മൈതാനത്തേക്ക് തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ന്യൂസിലാൻഡ് പരമ്പരയിലെ മുഴുവൻ വിശേഷങ്ങളും വിശകലനങ്ങളുമായി സമയം മലയാളം നിങ്ങളോടൊപ്പം ഉണ്ടാകും. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.